നമസ്കാരം എവറിവൺ, സുഖമല്ലേ എല്ലാവർക്കും? ജർമ്മനിയിലെ ഏത് ജർമ്മൻ റെസ്റ്റോറൻറ്റിൽ പോയാലും കിട്ടുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡിഷാണ് ഷ്നിറ്റ്സൽ. ഷ്നിറ്റ്സലിൻ്റെ തന്നെ പല വെറൈറ്റീസ് ഉണ്ട്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ജേഗർ ഷ്നിറ്റ്സൽ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് പൊട്ടാറ്റോസ് ഇതുപോലെ നല്ല വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് കുക്ക് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ഈ സോസിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം പ്രിപ്പയർ ചെയ്യാം. വെള്ളം തിളയ്ക്കുമ്പം പൊട്ടാറ്റോസിന് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഉള്ളി ഇതുപോലെ വളരെ ചെറുതായിട്ട് അരിയുന്നതാണ് നല്ലത്. അപ്പോൾ സോസുമായിട്ട് നല്ല പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ വെളുത്തുള്ളി ആവശ്യത്തിന് ഒരു 3-4 ക്ലോസ്. ഞാനിതുപോലെ ഒരു പ്രഷറാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഓക്കെ, ഇതെനിക്ക് എളുപ്പം അതുകൊണ്ടാണ്. ഇനി മഷ്റൂംസ് നല്ല കട്ട് ചെയ്ത് അത് നമുക്ക് സൈഡിലേക്ക് കീപ്പ് ചെയ്യാം. ആവശ്യത്തിനുള്ള മഷ്റൂംസ്. ഇതുപോലെ ഒരു ചെറിയൊരു പാത്രത്തിൽ ആവശ്യത്തിനുള്ള അത്രയും. പിന്നെ പാസ്ലി നമുക്ക് ഫ്രഷ് ആയിട്ട് ഇതുപോലെ വാങ്ങാൻ കിട്ടുന്നത് വാങ്ങി നമുക്ക് നല്ല കുഞ്ഞതായിട്ട് തന്നെ ഇതുപോലെ അരിയണം കേട്ടോ. അടുത്ത് നമുക്ക് സോസിന് ആവശ്യമുള്ള സ്റ്റോക്ക് പ്രിപ്പയർ ചെയ്യാം. അതിന് ഞാൻ ഇവിടെ 1 ടീസ്പൂണ് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തു. പാൻ നല്ല ചൂടായി വരുമ്പം ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ടേബിൾ സ്പൂൺ എണ്ണയും. എന്നിട്ട് നല്ല ചൂടായി വരുമ്പം നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള മഷ്റൂംസ് ഇട്ട് കൊടുക്കാം. നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂംസ്. ഇനി ഇതെല്ലാ സൈഡിൽ നിന്നും നല്ല ബ്രൗൺ ആവുന്നത് വരെ നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല ബ്രൗണായി ആ വെള്ളമൊക്കെ പോയി കഴിയുമ്പം നല്ല ബ്രൗൺ ആകുമ്പം മാറ്റി വെക്കാം നമുക്കെടുത്ത്. ഇനി ഉള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല ബ്രൗണായി വരുന്നവരെ ഫ്രൈ ചെയ്യണം. അതിനിടയ്ക്ക് തന്നെ നമുക്ക് ഇതുപോലെ ബേക്കൺ ഇട്ട് കൊടുക്കാം, ഒരു 3 ടേബിൾ സ്പൂൺസ്. എന്നിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് നല്ല ബ്രൗൺ ആയി വരുന്നത് വരെ നമുക്ക് സോട്ട് ചെയ്യാം. കണ്ടോ, ഉള്ളി ഇപ്പം നല്ല ഗോൾഡൻ ബ്രൗൺ ആയി. ഇനി നമുക്ക് ഇച്ചിരി ടൊമാറ്റോ പേസ്റ്റ് ഇടാം, ഒരു 1 ടേബിൾ സ്പൂൺ. എന്നിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള സ്റ്റോക്ക് ഞാൻ പ്രിപ്പയർ ചെയ്ത് ഇച്ചിരി ആയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യുന്ന അനുസരിച്ച് ആ ടൊമാറ്റോ പേസ്റ്റ് നന്നായിട്ട് അതിൽ ഡിസോൾവ് ചെയ്യും. അതിന് വേണ്ടി കേട്ടോ. ടൊമാറ്റോ പേസ്റ്റ് നല്ല മിക്സായി കഴിഞ്ഞ് വരുമ്പം നമുക്ക് ആവശ്യത്തിന് പെപ്പർ ഇടാം, ഒരു 1/2 to 1 ടേബിൾ സ്പൂൺ ആവശ്യമുള്ള പോലെ. ഉപ്പ് ആവശ്യത്തിന് ഇടുക, കാരണം നമ്മൾ സ്റ്റോക്ക് ഒഴിക്കുന്നതുകൊണ്ട് നല്ല സോൾട്ടി ആയിരിക്കും. അതുകൊണ്ട് ടേസ്റ്റ് ചെയ്ത് ആവശ്യത്തിന് മാത്രം ഇടുക. ഇനി ബാക്കിയുള്ള സ്റ്റോക്കും കൂടെ ഒഴിക്കുക ആൻഡ് ബ്രിങ് ഇറ്റ് ടു എ ബോയിൽ. നന്നായിട്ട് ആ സോസ് തിളച്ച് വരുമ്പം അടുത്ത് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്രീം ഇടാം. ഇവിടെ ഞാൻ ഇടുന്നത് ഒരു കപ്പ് ക്രീം ഞാൻ ഇടുക കേട്ടോ. ക്രീം ഇട്ടതിന് ശേഷം തീ കുറച്ച് ബോയിൽ ചെയ്യാനായിട്ട് വരണം കേട്ടോ. ഇനി നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂംസ് ഇടാം. എന്നിട്ട് ഈ സോസ് നന്നായിട്ട് ബോയിൽ ചെയ്ത് നല്ല സോസ് തിക്കായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. തിക്കായി വരാൻ ഒരു ട്രിക്കുണ്ട്. ഒരൽപ്പം ഓൾ പർപ്പസ് ഫ്ലോർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ, അത് കട്ടിയാവാതെ. ഇനി അടുത്ത് നമുക്ക് പാസ്ലി, നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന പാസ്ലി ഇടാം. എന്നിട്ട് തീ കുറച്ച് അല്പം കൂടെ ഒന്ന് ബോയിൽ ചെയ്യുക. പാസ്ലി ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഈ സ്റ്റെപ്പ് അങ്ങ് വിടാം. ഓക്കെ, എന്നിട്ട് നല്ല ക്രീമി ആയി വരുമ്പം ആ സോസ് കഴിഞ്ഞു, നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോസ് ഒന്ന് ബട്ടറിൽ ടോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു പീസ് ബട്ടർ ഇടുക. അടുത്ത് നമ്മൾ പൊട്ടാറ്റോസ് എല്ലാം ഇടുക. ഇനി അല്പം പാസ്ലി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്, എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ടോസ്റ്റ് ചെയ്യുക.
എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അല്പം ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ കഴിഞ്ഞു. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരുമ്പം അത് മാറ്റി വെക്കാം. കഴിഞ്ഞു. ഇന്ന് ഞാൻ ഇവിടെ ഷ്നിറ്റ്സലിന് എടുത്തിരിക്കുന്ന പോർക്കാണ്. പക്ഷേ നിങ്ങൾക്ക് ചിക്കൻ ബ്രസ്റ്റും എടുക്കാം. സോ ഇപ്പോൾ ചിക്കൻ ബ്രസ്റ്റ് എടുക്കുന്നെങ്കിൽ ഇതുപോലെ ടെൻഡറൈസർ എടുത്ത് ഒത്തിരി തല്ലേണ്ട ആവശ്യമില്ല. പക്ഷേ ഇപ്പം പോർക്കൊക്കെ ആണെങ്കിലും നമ്മൾ ഇച്ചിരി അല്പം ഒന്ന് ഇതുപോലെ അടിയൊക്കെ കൊടുത്ത് ടെൻഡറാക്കി എടുക്കണം കേട്ടോ. പിന്നെ ടെൻഡറൈസർ ഇല്ലെങ്കിലും ഒരു കട്ടിയുള്ള ഒരു കത്തിയുടെ ബാക്ക് സൈഡിൽ വെച്ച് അടിച്ചാലും മതി കേട്ടോ. നമുക്ക് ഈ ഷ്നിറ്റ്സൽ ആവശ്യത്തിന് സോൾട്ടും പെപ്പറും 2 സൈഡിലും ഇട്ട് നമുക്ക് എടുക്കാം കേട്ടോ. ഷ്നിറ്റ്സൽ ബ്രെഡ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഓൾ പർപ്പസ് ഫ്ലവർ, പിന്നെ എഗ്, ഒരു 2 എഗ്സ് എടുക്കണം കേട്ടോ. പിന്നെ ബ്രെഡ് ക്രംസ്. സോ ആദ്യം നമ്മൾ ഇതുപോലെ ഈ മാവിലിങ്ങനെ നന്നായിട്ട് ടാപ്പ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് 2 സൈഡിലും ഈ ഇത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗിൽ നമുക്കിതുപോലെ നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കാം. സോ അത് കഴിഞ്ഞിട്ട് ബ്രെഡ് ക്രംസിൽ ലൈറ്റായിട്ട് ടാപ്പ് ചെയ്യണം കേട്ടോ. ഒത്തിരി കട്ടിക്ക് വെച്ച് ടാപ്പ് ചെയ്യരുത്. ഇങ്ങനെ ആദ്യം 2 സൈഡിലും ചെയ്തിട്ട് വിരലുകൊണ്ട് ലൈറ്റായിട്ടൊന്ന് ടാപ്പ് ചെയ്യണം. എന്നാലേ നമ്മൾ ഫ്രൈ ചെയ്യുമ്പം നന്നായിട്ട് ആ ക്രസ്റ്റൊക്കെ ഇങ്ങനെ നല്ല പൊങ്ങി വരത്തുള്ളൂ. ഓക്കെ, കഴിഞ്ഞു. ഇതുപോലെ എല്ലാ ഷ്നിറ്റ്സിലും ഇതുപോലെ ചെയ്തെടുക്കണം. ഇനി നമുക്ക് പാനിൽ ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ച് നല്ല ചൂടായി വരുമ്പം ഷ്നിറ്റ്സിലിടാം. ഷ്നിറ്റ്സിലിട്ടതിന് ശേഷം ഒരു പീസ് ബട്ടറും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. സോ അപ്പോൾ ഷ്നിറ്റ്സിൽ ഇതുപോലെ നന്നായിട്ട് എണ്ണയിൽ ഇങ്ങനെ കിടക്കണം. അതുപോലെ നല്ല പൊക്കത്തിൽ എണ്ണ വേണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമുക്കിങ്ങനെ പാൻ ഇങ്ങനെ കുലുക്കുമ്പം ആ എണ്ണ മേളിൽ വരണം കേട്ടോ. ആ ഷ്നിറ്റ്സിൻ്റെ മേളിൽ നന്നായിട്ട് വരണം. സോ ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കുക 2 സൈഡിൽ നിന്നും. അപ്പോൾ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ, ഷ്നിറ്റ്സൽ റെഡി. നമുക്ക് സെർവ് ചെയ്യാം. ഞാൻ ഇവിടെ ഒരു മിക്സ്ഡ് ലീഫ് സാലഡ് എടുത്തു. അതിൻ്റെ കൂടെ നമ്മുടെ ഷ്നിറ്റ്സൽ. അയ്യോ, എനിക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ. ഈ വീഡിയോ കഴിയുമ്പോൾ ഇതൊക്കെ ഞാൻ കഴിക്കണ്ടേ? ഓക്കെ, നമ്മുടെ സോസ് മേളിൽ കൂടെ ഒഴിക്കുക. അടിപൊളി. സോ കഴിഞ്ഞു. നമ്മുടെ ഷ്നിറ്റ്സൽ, ജേഗർ ഷ്നിറ്റ്സൽ റെഡിയാണ്. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാൻ? ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതാണ് മൈ വേർഷൻ ഓഫ് ജേഗർ ഷ്നിറ്റ്സൽ. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം അടുത്ത വീഡിയോ വരെ.